ഇക്കഴിഞ്ഞ 10-ാം തീയതി പാർലമെന്റിൽ വെച്ചിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പിയെ സുഷ്മിത ദേവ് ലുങ്കിവാല എന്ന് വിളിച്ചിട്ട് അപമാനിച്ചു. അപ്പം ഇതിനെതിരെ ഈ പറയുന്ന അവകാശ ലംഘനത്തിന് ബ്രിട്ടാസ് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ വസ്ത്രധാരണത്തെയും, അതായത് ലുങ്കിയല്ല എടുത്ത് ഒരു മുണ്ടുടുത്ത് പോയി എന്നുള്ളതിന്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വസ്ത്രധാരണത്തിനെ പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള പരാമർശം നടത്തിയതിനെതിരെയാണ് ഈ പറയുന്ന നോട്ടീസ് കൊടുത്തത്, അവകാശ ലംഘന നോട്ടീസ് കൊടുത്തു. പക്ഷേ ഈ പറയുന്ന സുഷ്മിത എന്നാൽ ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിശദീകരണമായിട്ടും വന്നിട്ടുണ്ട്. നമുക്കിതിനെ എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, പക്ഷേ നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം മുണ്ടൊരു വികാരമാണ് എന്ന് പറയുന്നതാണ് ശരി. കാര്യം നമ്മൾ സാധാരണ നമ്മുടെ ജോലിയുടെ ഭാഗമായി നമ്മൾ മിക്കപ്പോഴും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ജീൻസ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നു, ഒഫീഷ്യലായിട്ട് അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കാഷ്വൽ വെയേഴ്സ് എന്ന് പറയുന്ന ഒരു ജീൻസുകളായിരിക്കാം, ജീൻസ് ആവാം, അല്ലെങ്കിൽ പാൻസുകളാവാം. എന്നാൽ അതേസമയം നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒക്കേഷൻ ഉണ്ടാകുമ്പോൾ, മീൻസ് ഇപ്പോൾ ഒരു വിവാഹം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആഘോഷ പരിപാടികൾ, പാർട്ടി വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുരുഷന്മാർ കൂടുതൽ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മുണ്ടുകളാണ്. നല്ല ഒന്നാന്തരം മുണ്ടൊക്കെ ഉടുത്ത് അതിൽ ഇപ്പോൾ പശയൊക്കെ പുരട്ടി അതൊന്ന് തേച്ച് വടിവെപ്പിച്ച് ഉടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു സുഖവും, അല്ലെങ്കിൽ ഉടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അപ്പം അങ്ങനെ മുണ്ടെന്ന് പറയുന്നതിനെ കേരളീയക്കാർ ഒരു പൊതുവികാരമായി കൊണ്ടു നടക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഷർട്ടിൻ്റെ കളറിനനുസരിച്ച് കരയുള്ള മുണ്ട് വാങ്ങുക, അതോടൊപ്പം തന്നെ ആ മുണ്ടിൽ നമ്മൾ തേച്ച് പുറത്ത് കൊടുത്തിട്ടായിരിക്കും. നമുക്കിത് മുണ്ട് അയൺ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മൾ പുറത്ത് കൊടുത്ത് അയൺ ചെയ്യിച്ച് മടക്കൊക്കെ നൂരാതെ അത് ഉടുത്തുകൊണ്ട് പോവുക, അതിനനുയോജ്യമായ രീതിയിൽ നമ്മുടെ ഫുഡ് വെയേഴ്സ്, ചെരുപ്പുകൾ ധരിക്കുക. ഇതൊക്കെ നമ്മൾ കാലങ്ങളായി എല്ലാ മലയാളികളും ചെയ്തു വരുന്ന, മലയാളികളുടെ ഒരു വികാരം എന്നുള്ള നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം, അല്ല കേരളീയൻ്റെ ഒരു വികാരം എന്നുള്ള നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്കതിൽ അമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മളാരും ജീൻസ് ഉപയോഗിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ പോകാറില്ല. അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു വികാരമായി കൊണ്ടു നടക്കും. അത് ജാതിയില്ല, മതമില്ല. നമുക്ക് ആ മുണ്ടെടുക്കുന്ന കാര്യത്തിൽ ഇപ്പം ഏത് മതക്കാരനും വളരെ കംഫർട്ടബിളായിട്ടും വലിയ കോൺഫിഡൻസോടു കൂടി ധരിക്കുന്ന ഒരു വസ്ത്രം മുണ്ടാണ്. അതിലൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല. അല്ല ഹിന്ദുക്കൾ മാത്രമേ ധരിക്കാവൂ, അല്ലെങ്കിൽ മുസ്ലിംസ് മാത്രമേ ധരിക്കാവൂ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മാത്രമേ മുണ്ടെടുക്കാവൂ, അങ്ങനൊന്നുമില്ല. എല്ലാവരും വളരെ കംഫർട്ടബിളായിട്ട് ധരിച്ചുകൊണ്ട് പോകുന്ന, ഈ പാർട്ടികളിൽ ധരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇതാണ്. അത് സത്യത്തിൽ ലുങ്കിവാല എന്ന് വിളിച്ചിട്ട് പാർലമെൻറ്റ് പോലെ ഒരു സ്ഥലത്ത് ഈ സുഷ്മിത ദേവ് എന്ന് പറയുന്ന ഒരു എം പി, നമ്മുടെ ഒരു എം പി, കേരളത്തിൻ്റെ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എം പിയാണ് ജോൺ ബ്രിട്ടാസ്, അല്ലാതെ പിന്നെ വേറൊരു സംസ്ഥാനത്തിൻ്റെ എം പി അല്ല. അപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത് ലുങ്കിവാല എന്ന് വിളിച്ചിട്ട്. എന്തുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് പോകുന്നില്ല? ഇതിനു മുമ്പ് വി മുരളീധരൻ, അദ്ദേഹം പിന്നെ പാൻസിട്ടിട്ടല്ല സഭയിൽ ഇരുന്നിട്ടുള്ളത്, അദ്ദേഹം മുണ്ടെടുത്തിട്ട് തന്നെയാണ് സഭയിൽ ഇരുന്നിട്ടുള്ളത്. സുരേഷ് ഗോപി മുണ്ടെടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അൽഫോൺസ് കണ്ണന്താനം, BJPയുടെയാണ് പറയുന്നത്, അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹം മുണ്ടെടുത്തിട്ട് പോയിട്ടുണ്ട്. രാജഗോപാൽ മുണ്ടെടുത്ത് പോയിട്ടുണ്ട്. ഇനി ഉത്തരേന്ത്യക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജോർജ് ഫെർണാണ്ടസ് മുണ്ടെടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അടൽ ബിഹാരി വാജ്പേയി മുണ്ടെടുക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വത്തിൽ ഇരിക്കുന്ന, പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു എം പി മുണ്ടെടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ സുഷ്മിത ദേവിന് ഇത് ലുങ്കിവാലയാണെന്ന് തോന്നുന്നത്? ഇത് തരം അദ്ദേഹം പറഞ്ഞ അവകാശ ലംഘന നോട്ടീസ് കൊടുത്തതിനകത്തുനിന്ന് ഒരു തെറ്റും പറയാനില്ല. കാരണം അതൊരു ജനതയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു ജനതയെ, ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, പിന്നെ നമ്മൾ മുണ്ടെടുത്തിട്ട് പോകുന്ന സമയത്ത് നീ മുണ്ടെടുത്തുകൊണ്ട് ഇവിടെ വരരുത് എന്ന്, നീ മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു ഫീലുണ്ട്. കാര്യം ഇത് നമ്മുടെ കേരളീയ വേഷമാണ്. നമ്മൾ കേരളക്കാർ വർഷങ്ങളായി, കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രധാരണ രീതിയാണ് അക്ഷരാർത്ഥത്തിൽ മുണ്ടെടുക്കൽ എന്ന് പറയുന്നത്. അത് ഓരോ രീതിക്കനുസരിച്ചും നമ്മൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതം അനുസരിച്ചും ഒക്കെ നമ്മൾ മുണ്ട് കൺവെർട്ട് ചെയ്യാറും, അല്ലെങ്കിൽ അതിനനുസരിച്ച് മുണ്ട് വാങ്ങാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തെ മുഴുവൻ, കേരളം എന്ന് പറയുന്ന നമ്മളുടെ ഈ സംസ്ഥാനത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് തോന്നിയത്. അവിടെ ഒരു വംശീയവാദമുണ്ട്, അല്ലെങ്കിൽ ഒരു ദേശീയത ഉണ്ട്. അതൊക്കെയാണ് ശരിക്കും ഈ സുഷ്മിത ദേവിൻ്റെ ആ ഒരു പ്രസംഗത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നേ.
ഒരാൾ മുണ്ടെടുത്തുകൊണ്ട് വരുന്നത് അയാളുടെ കംഫർട്ടബിലിറ്റി അതിനകത്ത് അല്ലെങ്കിൽ എഴുതി വെക്കണം. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പാൻസ് ധരിച്ചുകൊണ്ട് ഇതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല, കള്ളിമുണ്ട് ധരിച്ചുകൊണ്ടോ ബനിയൻ ധരിച്ചുകൊണ്ടോ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല, ചുരിദാർ ധരിച്ചുകൊണ്ട്, സ്ത്രീകൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ചുരിദാർ ധരിച്ചുകൊണ്ട്, മുടി അഴിച്ചിട്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിബന്ധനകൾ ക്ഷേത്രത്തിന്റെ പുറത്തൊക്കെ എഴുതി വെക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ പാദരക്ഷകൾ വെളിയിൽ സൂക്ഷിക്കുക എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ആ നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ നിർദ്ദേശം പാർലമെന്റിൽ വെക്കണം, ഫ്രണ്ടിൽ എഴുതി വെക്കണം, മുണ്ടെടുത്തുകൊണ്ട് ഇതിനകത്ത് പ്രവേശിക്കരുത് എന്ന് എഴുതി വെക്കണം. ഇതൊരു ഒരാളുടെ അവകാശമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഈ നമ്മുടെ ചില നടീനടന്മാരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പലപ്പോഴും ചില ആളുകൾ ഭയങ്കരമായിട്ട് കമന്റ് ചെയ്യാറുണ്ട്. ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവർ പലപ്പോഴും ഇങ്ങനെ കമന്റ് ചെയ്യും, അയ്യോ എന്തൊരു വസ്ത്രമാണ്, എന്ത് ഇതാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റ് ചെയ്യാറുണ്ട്. സത്യത്തിൽ ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്. ഒരാൾ വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊക്കെ ഡ്രസ്സ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് യോജിക്കുന്ന, നമ്മുടെ ശരീരത്തിന് ഫിറ്റായി കിടക്കുന്ന, നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ഇത് ചെയ്യുന്ന, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു വസ്ത്രം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതെൻ്റെ അവകാശമാണ്. വസ്ത്രം എങ്ങനെ ധരിക്കണം, വസ്ത്രം ഏത് രീതിയിൽ എൻ്റെ കംഫർട്ടബിലിറ്റിക്കും എൻ്റെ താല്പര്യങ്ങൾക്കും എൻ്റെ സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് എൻ്റെ അവകാശമാണ് എൻ്റെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ. ഇതൊരു മാന്യമായ, നമ്മൾ എങ്കിൽ കുറച്ചുകൂടെ അതൊരു മാന്യമായ വസ്ത്രമാണ് മുണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു അമാന്യമല്ല. അല്ലാതെ പുരുഷന്മാരുടെ ഒരു പൊതു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മുണ്ടെടുക്കുന്നത് അത്ര അമാന്യമല്ല. ഇതേ മുണ്ട് കുത്തി എടുത്തുകൊണ്ട് നിന്നിട്ടാണ് പിന്നെ CJP സമരത്തിൽ പോലീസുകാർക്കെതിരെ ജോൺ ബ്രിട്ടാസ് കയർത്തത്. കാരണം ഡൽഹി പോലീസിനെ വിറപ്പിക്കാൻ ആ മുണ്ട് കുത്തിയെടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ചോദിച്ച പല ചോദ്യങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ പിന്നെ ഐഷ ഘോഷി എന്ന് പറയുന്ന SFI നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി AKG ഭവനിലേക്ക് കയറി വന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ID കാർഡും ഇല്ലാതെ, നെയിം പ്ലേറ്റും ഇല്ലാതെ, യൂണിഫോമും ഇല്ലാതെ നിങ്ങൾക്ക് ഒരാളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല, ഐഷ ഘോഷിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടം തുണ്ടമായിട്ട് പറഞ്ഞ്, കൃത്യമായി കട്ട് ആൻഡ് റൈറ്റ് എന്നുള്ള പറയത്തില്ലേ, അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ജോൺ ബ്രിട്ടാസിനെ ഉന്നം വെച്ചു എന്നൊരു ചോദ്യം വേറെ വരുന്നുണ്ട്. ജോൺ ബ്രിട്ടാസിനെ അവർ ഉന്നം വെക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജോൺ ബ്രിട്ടാസ് ഇപ്പം ഭയക്കേണ്ട ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം CJP എന്ന് പറയുന്ന ഒരു സംഘടന വല്ലാത്ത വെല്ലുവിളി സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ചില തൊടുന്യായങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി പാതിരാത്രിയിൽ മൻ കി ബാത്ത് നടത്തിയത്. അപ്പം ആ CJPക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു പേരിലൊന്ന് ജോൺ ബ്രിട്ടാസിന്റെ പേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ഒരു ചെറിയ ഭയപ്പെടുത്തൽ അവിടെ നടത്തും, അല്ലെങ്കിൽ ഒരു ഭയപ്പെടേണ്ട ഒരു വ്യക്തിയായി മാറുന്നു. അപ്പം അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരു വ്യക്തിയായി മാറുമ്പോൾ, കാരണം ആ ഒരു പേടി എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധിയോട് അവർക്ക് ആ ഭയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയോട് ആ ഭയം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയാം, പുള്ളി ദക്ഷിണേന്ത്യയിൽ നിന്ന്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. ആ വളരെ ചെറിയൊരു സംസ്ഥാനത്തിലെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊരു നേതാവ് അവിടെ പോയി സഭയിൽ കയറിയുന്നതുകൊണ്ട് തകർക്കുന്നു, സഭയിൽ കയറിയുന്നുണ്ട് എല്ലാവർക്കും വെല്ലുവിളി ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നു. അപ്പോൾ ആ പ്രസംഗം പലരുടെയും പലർക്കും സമാധാനക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക്, ഒരു ഇടത് രാഷ്ട്രീയം എന്നതിന് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു നാടിൻ്റെ സംസ്കാരത്തെ ആകമാനം അടച്ചാക്ഷേപിക്കും. നമുക്കിപ്പോൾ ഓണക്കാലമൊക്കെ വരികയാണ്. ഓണക്കാലം എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം TV-യിലൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ മൊത്തം മുണ്ടിൻ്റെ പരസ്യങ്ങളാണ്. ഇത് എന്താണ്, ഓണക്കാലം എത്തിക്കഴിയുമ്പോൾ ഇനിയിപ്പം ഓണപരിപാടികൾ, ഓരോ സ്ഥാപനങ്ങളിൽ ഓണപരിപാടികൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുണ്ടന്മാരാണ്, എല്ലാ മുണ്ടുകൾ എടുത്തുകൊണ്ട് എല്ലാവരും പോവാണ്. അപ്പം ഇത് നമ്മുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ്. നമ്മളുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വേഷം ഇട്ടുകൊണ്ട് അവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതവിടെ അഹങ്കാരമാണ്. അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു MBA ഇവർ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് ആ ഭയം കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമനിൽ നിന്ന് വരെ ഉണ്ടായി. നിർമ്മലാ സീതാരാമൻ പിന്നെ ഇദ്ദേഹം ഉയർത്തിയ ചില ചോദ്യങ്ങൾക്ക്, അതായത് UPI പോലെയുള്ള ആപ്പുകളിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന് കമ്മീഷൻ, തോല എന്ന് പറയുന്ന ഒരു ടാക്സിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ പിന്നെ ജോൺ ബ്രിട്ടാസ് കാര്യങ്ങൾ ഉന്നയിച്ച സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ഭീരു എന്നാണ്, അതായത് ആ പ്രസംഗത്തിന് മുമ്പ് ജോൺ ബ്രിട്ടാസ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഭീരു എന്ന് വിളിച്ചു. കാര്യം അവർ ഭയപ്പെട്ടു തുടങ്ങി. എന്തിനാണ്? അതേസമയം കോൺഗ്രസിൻ്റെ MP-മാരുണ്ട് അവിടെ, രാഹുൽ ഗാന്ധി ഉണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെ ഉണ്ട്, KC വേണുഗോപാലുണ്ട്. കേരളത്തിലുള്ള ബാക്കിയുള്ള MP-മാരെ ആരെയും എന്തുകൊണ്ട് നോട്ടീസ് ചെയ്യുന്നില്ല? അവർ BJPയിൽ ഒരു നേതാക്കന്മാരും ബാക്കി പിന്നെ കേരളത്തിൽ നിന്നെത്തി ഒരു MP-മാരെ നോട്ടീസ് ചെയ്യുന്നില്ല.
അവരൊക്കെ ഇപ്പോൾ പിന്നെ കെ സി വേണുഗോപാലിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ കേരളത്തിൽ ബാക്കിയുള്ള പിന്നെ എന്താ പറയുക, അടൂർ പ്രകാശിനെ ആരെങ്കിലും ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ശശി തരൂരിനെ ആരെങ്കിലും ബി ജെ പിക്കാർ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഈ രീതിയിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നമ്മുടെ കേരളത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ നമ്മളിങ്ങനെ ഓരോ എം പിമാരെ എടുത്ത് പരിഗണിച്ച് നോക്കിക്കോളൂ. ഇവർക്ക് ആർക്കും ഇല്ലാത്ത അല്ലെങ്കിൽ ഇവരാരും കാണാത്ത അല്ലെങ്കിൽ ഇവരിലേക്കൊന്നും എത്തിപ്പെടാത്ത ചില കാര്യങ്ങളായി എനിക്ക് തോന്നുന്നു ജോൺ ബ്രിട്ടാസ് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായ ഉദാഹരണമായി നമുക്കിതിനെ കാണിക്കാൻ കഴിയും. അപ്പം അങ്ങനെ ജോൺ ബ്രിട്ടാസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി, ജോൺ ബ്രിട്ടാസിനെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു പൊതുവികാരത്തിൻ്റെ മുകളിലേക്ക് ആ അധിക്ഷേപം ചൊരിയുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് പിന്നീട് അവർ പറയും ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ മലയാളികളും പ്രതികരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് നമ്മളെ വിളിച്ചോണ്ട് തെക്കേ ഇന്ത്യക്കാരെ മുഴുവൻ മദ്രാസീസ് എന്നാണ് അവർ വിളിച്ചോണ്ടിരുന്നത്. ഉത്തരേന്ത്യക്കാർക്ക് നമ്മളോട് തെക്കേ ഇന്ത്യക്കാരോട് എന്താണ് ഇത്ര പ്രശ്നം? മദ്രാസീസ് എന്ന് വിളിക്കുന്നത് ഒരിക്കലും നല്ല പേരല്ലായിരുന്നു. എന്താണ് ഇവർ മദ്രാസീസ് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലുള്ള എല്ലാവരും, തെക്കൻ കേരളമല്ല തെക്കൻ ഇന്ത്യ, എനിക്ക് തോന്നുന്നു ആന്ധ്ര, പിന്നെ കർണാടക, തമിഴ്നാട്, കേരളം, ഇത്രയും സ്ഥലങ്ങൾ ചേരുന്നതാണല്ലോ. അപ്പം ഇതൊരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവരൊക്കെ ആര്യന്മാരായിട്ട് മാറും. നമുക്ക് അറിയാം നമ്മുടെ പഴയ സിനിമകളിൽ പോലും എനിക്ക് പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ സോഫ്റ്റഡ് ഫേസുകളൊന്നും ഇല്ല, ഒരു ദേവമുഖങ്ങളില്ല. അതിനതൊരു വലിയ പ്രശ്നമാണ്. മമ്മൂട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കപ്പട മീശയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അസുര രൂപത്തിലുള്ള ഒരാളാണ് മമ്മൂട്ടി. മോഹൻലാലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മോഹൻലാലിൻ്റെ നടത്തത്തിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ സാധാരണ ആക്ടിവിറ്റീസിലൊരു സ്ത്രൈണത ഉണ്ടെങ്കിലും മോഹൻലാലിൻ്റെ മുഖത്തൊരു ഫ്രെയിം വെച്ച് പുള്ളിയോടൊന്ന് മീശ പിരിക്കാൻ പറഞ്ഞാൽ തീർന്ന്. കാരണം അതൊരു അസുര രൂപമായി, രാവണഭാവമായി മോഹൻലാലിനെ സംബന്ധിച്ച്. അതുപോലെയാണ് നമ്മുടെ മലയാള നടന്മാർക്കെല്ലാം ഒരു പുരുഷത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അസുരഭാവം, മീശയൊക്കെ വെച്ച് നടക്കുന്ന ഒരു അസുരഭാവം. നമുക്ക് നമ്മുടെ കേരളത്തിൽ നോക്കി മീശയും താടിയില്ലാതെ ചെറുപ്പക്കാരാണ് കുറവാണ്. അപ്പം ഒരു അസുരഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിതീഷ് ഭരദ്വാജ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കേണ്ടി വന്നു ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്നത്. കാര്യം അതൊരു ദേവമുഖം പോലെ തോന്നുന്നു. ഇതാണ് പിന്നെ തെക്കേ ഇന്ത്യക്കാരും വടക്കേ ഇന്ത്യക്കാരും. അതുകൊണ്ട് നമ്മൾ തന്നെ ഈ കുരങ്ങ് എന്ന് പറയുന്നൊരു വർഗ്ഗം ഉണ്ടല്ലോ. കുരങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ലങ്ക എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ്, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനകത്താണല്ലോ. അപ്പോൾ ഈ ശ്രീലങ്കയിലേക്ക് അന്ന് പോകാൻ നേരത്ത് ഹനുമാൻ പിന്നെ അങ്ങോട്ടേക്ക് ചാടി എന്നല്ലേ പറയുന്നത്. അപ്പം തെക്കേ ഇന്ത്യ മുഴുവൻ കിടക്കുന്ന കുരങ്ങന്മാരാണ്. ബാലി, സുഗ്രീവൻ, ഹനുമാൻ, ജാമ്പവാൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാരാണ് ഈ തെക്കേ ഇന്ത്യ മുഴുവൻ. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു പൊതുപേര് വന്നു. അന്ന് മദ്രാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മദ്രാസ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കുരങ്ങന്മാരായതുകൊണ്ട് നമ്മളെ എല്ലാവരെയും ചേർത്തിട്ട് ഈ കുരങ്ങന്മാരുടെ ഒരു ഗണമാണ് നമ്മളിപ്പോഴും ഈ ഹനുമാന്റെയും സുഗ്രീവന്റെയും ബാലിയുടെയും ഒക്കെ ജാമ്പവാന്റെയും ഒക്കെ ഒരു വകുപ്പിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മളെല്ലാം മദ്രാസീസ് എന്ന് വിളിക്കാം എന്ന് കരുതിയിട്ട് ഉത്തരേന്ത്യക്കാരെ നമ്മളെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വാക്കാം. നമ്മളവിടെ ചെന്നിട്ട് സാലേ മദ്രാസീസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പം ഈ രീതിയിലുള്ള കുറേ കോൺസെപ്റ്റുകളുണ്ട് അവർക്ക്. ആ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള മലയാളികൾക്കെതിരായി നമ്മളുടെ ട്രഡീഷണൽ വേഷം ധരിച്ചുകൊണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു CPM-ന്റെ ആയിക്കോട്ടെ ഏതൊരു MPയെയും അധിക്ഷേപിക്കുമ്പോൾ അത് കേരളത്തോടുള്ള അനാദരവാണ്, ഒരു സംസ്ഥാനത്തോടുള്ള അനാദരവായിട്ടാണ് തോന്നുന്നത്. അതിനകത്ത് മാപ്പ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവകാശലംഘനം തന്നെയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത് BJPക്ക് പൊതുവിലുള്ളതാണ്. കേരളത്തോടൊരു അവഗണന അത് മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.